നാടൻ കറിയുടെ രാജാവായ ഒരു തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മളെ ഇന്നത്തെ റെസിപ്പിയെ. ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പഴയ കാലത്തെ അമ്മമാരും ഉമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത്. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് അടികട്ടിയുള്ള ഒരു പാത്രമാണ്. അടികട്ടിയുള്ള പാത്രം എടുത്താൽ തേങ്ങ നന്നായി വറുത്ത് കിട്ടും, കരിഞ്ഞു പോകാതെ കിട്ടുകയും ചെയ്യും. പിന്നെ ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കണേ. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് പച്ചമല്ലിയാണ്. ഇതൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ടതാണ്, കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു 2-3 സ്പൂണ് പച്ചമല്ലി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നിച്ച് വഴറ്റിയെടുക്കണേ. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവുമാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ എല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. നമുക്ക് കുറച്ചധികം കറി വേണമായിരുന്നു. പിന്നെ നമ്മൾ ഒരു തേങ്ങയാണ് ചിരണ്ടി വെച്ചിട്ടുള്ളത്. ആ ഒരു തേങ്ങ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വറുത്തെടുക്കണേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിൽ ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർക്കുന്നില്ല. തീ വളരെ കുറച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. അങ്ങനെ നമ്മൾ തേങ്ങയിൽ ഇതാ പകുതി വറവായിട്ടുണ്ട്, കുറച്ചുകൂടി വറുത്തെടുക്കണം. തേങ്ങയും മസാലയും എല്ലാം നന്നായി പൊരിഞ്ഞ് വരണം, എന്നാലേ മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തത് 2 സ്പൂൺ മല്ലിയാണ്, മല്ലിപ്പൊടി. തേങ്ങ നന്നായി വറുത്തതിന് ശേഷമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വറുക്കുമ്പോൾ 2 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും മസാലയും ഒക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്, നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ വറുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് നന്നായി ചൂടാറിയ ശേഷം മാത്രമേ അരക്കാൻ പറ്റൂ. പിന്നെ നമ്മൾ തേങ്ങ വറുത്ത അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ ഒരു 2-3 ഗ്രാമ്പൂന്ന് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒറ്റൊരു പീസ് കറുവാപ്പട്ടയും, കൂടുതലൊന്നും ചേർക്കണ്ട. പിന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി വഴറ്റി വരട്ടെ. നമ്മൾ തേങ്ങ വറക്കുമ്പോൾ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർത്തത് കൊണ്ട് ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട. ഇത് ഇത്രയും മതി, ഒരു 2-4 അല്ലി മാത്രം മതി. അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് മതിയേ. ഇതും നന്നായി ഒന്ന് മൂത്തി വരട്ടെ. അതിന് ശേഷം നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി പൊടിയായി അരിഞ്ഞതാണ്, നല്ല വലുപ്പത്തിലൊന്നും അരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും. ഈ ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത് ലഗോൺ ചിക്കനോടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രോയിലറാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളമൊന്നും തീരെ ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇത് നല്ലവണ്ണം കുറുകിയതും വളരെ ടേസ്റ്റുമായ ഒരു കറിയാണ്. ഈ കറി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ്. പിന്നെ പച്ചമുളക് നമ്മൾ ഒരു 5-6 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിലിരുന്നത്, എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. പിന്നെ കൂടുതൽ മുളകൊന്നും ചേർത്തിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം ചേർത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണേ. അങ്ങനെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തത്. തക്കാളി എന്തായാലും കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണേ. ഇതിൽ പുളിയോ തൈരോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തക്കാളി നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളി കൂടി നല്ലോണം വഴറ്റി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്തത് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ്. നമ്മൾ തേങ്ങ വറുക്കുമ്പോഴും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ചിക്കനിലേക്കും മല്ലിപ്പൊടി വറുത്ത് വെച്ചതാണ്. മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി വഴറ്റി വന്നാൽ അതിലേക്ക് നമ്മൾ നന്നേ ചെറുതൊന്നും ആക്കിയിട്ടൊന്നുമില്ല, ചിക്കൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വലിയ പീസോ ചെറിയ പീസോ അത് നിങ്ങളെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഈ കറിക്കൊരു ലുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വലിയ പീസ് തന്നെ ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ചിക്കന്. അങ്ങനെ ചിക്കനും ഇട്ട് എല്ലാ മസാലയും കൂടി നന്നായി വഴറ്റി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇത് പഴയ കല്യാണ വീടുകളിലെല്ലാം കിട്ടുന്ന അതേ രുചിയാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയത്. എന്തായാലും ഒരിക്കലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ കറി ഉണ്ടാവും, നല്ല കട്ടിയോടുള്ള കറിയായിരിക്കും. ഇനി തീ നല്ല സ്പീഡിൽ തന്നെ കത്തിച്ച് വേവിച്ചെടുക്കണേ.
ഉള്ളിയും ചിക്കനും എല്ലാം നന്നായി വെന്ത് വരേണ്ടതല്ലേ. അങ്ങനെ നമ്മൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കട്ടിയുള്ള തേങ്ങ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലായിരുന്നു ഇതുണ്ടാക്കുമ്പം തന്നെ. പിന്നെ ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. കണ്ടോ, 1.5 കിലോ ചിക്കനെ കൊണ്ട് നമുക്കിത് ഒരു പാത്രം നിറയെ കറി കിട്ടിയില്ലേ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല. കറി ബാക്കിയുണ്ടെങ്കിൽ നന്നായി ചൂടാക്കി തന്നെ വെക്കണം. അങ്ങനെ നമ്മളെ കറി കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു പൊടി ഉള്ളിയോ തക്കാളിയോ ഒന്നും കാണാനേ ഇല്ലായിരുന്നു. ഈ തേങ്ങ അരച്ച മിക്സി കഴുകിയ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം അടച്ച് വെച്ച് ഒരിക്കൽ കൂടി ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില തന്നെയാണ് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി കുറച്ചുകൂടി ഒരു മിനുക്ക് പണിയുണ്ട്. അങ്ങനെ മല്ലിയില കൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കറക്റ്റായി. പിന്നെ നമ്മൾ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലേക്ക്, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് വഴറ്റിയാൽ മതി. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഉള്ളി നല്ലവണ്ണം വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വീണ്ടും വഴറ്റിയെടുക്കണേ. ഉള്ളിയൊക്കെ നല്ലവണ്ണം മൂക്കുന്നത് വരെ വഴറ്റിയെടുക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം എല്ലാം മൂത്ത് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. എല്ലാം കൂടി നമുക്ക് നമ്മളെ വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് നമ്മളെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി? സൂപ്പറല്ലേ. എന്നാൽ നിങ്ങളെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം പോന്നു. ടാറ്റാ, ബൈ ബൈ.